അല്ല അല്ല എല്ലാവരും ഡൽഹിയിൽ വരൂല്ലേ? ഡൽഹിയിൽ വരുന്നതിന് ഇപ്പം നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസ് നേതൃത്വം വിളിപ്പിച്ചിട്ടാണ് ഡൽഹിയിലേക്ക് വന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്ന് സിന്തറ്റിക്കുകളൊക്കെയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അപ്പോൾ ആര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും CC3 ഒരു കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരാൾ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നതിന് എന്താ കുഴപ്പം? നിങ്ങളിങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ചർച്ച പങ്കെടുക്കാതെ അല്ല കെ സുധാകരൻ പോയിരിക്കുന്നത്. കെ സുധാകരൻ KPC പ്രസിഡന്റുമായിട്ട് ദീർഘമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. കെ സുധാകരനെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാ സീറ്റിലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഓരോ സീറ്റിലും വിജയസാധ്യത മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ് UDFൻ്റെ എല്ലാ നേതാക്കളും നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകും. നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ജനം വലയാണ് ഗ്യാസ് കിട്ടാതെ. ഈ രാജ്യം മുഴുവൻ ജനങ്ങൾ ആകപ്പാടെ പ്രയാസത്തിൻ്റെ നടുവിലാണ്, വറുതിയിലാണ്. സത്യത്തിൽ ഒരു ഭാഗത്ത് ഗ്യാസിൻ്റെ വിലക്കയറ്റം, മറുഭാഗത്ത് ക്ഷാമം. സർക്കാരാണെങ്കിൽ നോക്കൂ, ഇന്നലെ മന്ത്രി നടത്തിയ പ്രസ്താവന നിങ്ങൾ കണ്ടു. വാസ്തവമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ഈ ഡൽഹി തെരുവുകൾ നോക്കിയാട്ടെ, എത്ര ആയിരം ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. ഒരു ക്രമീകരണം ഗവൺമെൻറ് ഇപ്പം പറയുന്നത് മണ്ണെണ്ണ പകരം വെച്ച് ഉപയോഗിച്ചോളണം എന്നാണ് പറയുന്നത്. ഒരു ക്രമീകരണവും ഇല്ല. ഇത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഏറ്റവും ദയനീയമായ പരാജയമാണ് ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ അത് ചർച്ച ചെയ്യാൻ മെനക്കെട്ടപ്പോൾ 2 മിനിറ്റ് പോലും രാഹുൽ ഗാന്ധി അനുവദിച്ചില്ല. അപ്പോൾ ജനങ്ങളുടെ മൗലികമായിട്ടുള്ള ഏറ്റവും ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് പാർലമെൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് പോകാം. അപ്പോൾ അതിൽ താല്പര്യമില്ല. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.